ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ ഉള്ളത് ബാങ്കോക്ക് എയർപോർട്ടിലാണ്. ഒരു 5 ദിവസത്തെ തായ്ലാൻഡ് ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ പോകുന്ന വഴിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇരിക്കുന്നതാണ് ഫാമിലി. ഇത് മൂത്താൾ, അത് ഇളയകുട്ടി, മറ്റേതെൻ്റെ വൈഫാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു വിഷയമില്ല. പക്ഷേ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കെയർ ചെയ്ത് വേണം നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ കുറേ ടീംസും അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെയാണ് എംബ്രേസ് ഹോളിഡേയ്സിൻ്റെ പാക്കേജ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ നല്ല സെക്യൂറായിട്ടുള്ളൊരു പാക്കേജാണിത്. നല്ല സേഫ്റ്റിയാണ് ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. നമ്മൾ ചെന്നിറങ്ങുന്ന എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന സമയം മുതൽ തിരിച്ച് ഈ റിട്ടേൺ എയർപോർട്ട് ആക്കുന്നിടം വരെ എങ്ങോട്ടൊക്കെ ട്രാവലിംഗ് ഉണ്ടോ, എവിടെയൊക്കെ എൻട്രി ഓരോന്ന് സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ താമസം, ഇതിലെല്ലാം ഓരോ പോയിൻറ്റിലും ഇവർ അപ്പം ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്നലെ കണ്ട ഡ്രൈവറല്ല ഇന്ന് രാവിലെ വന്ന് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചിന് കൊണ്ടുവന്നത് വേറെ ഡ്രൈവറാണ്. ഓരോ സ്ഥലത്ത് വെച്ച് നമ്മളെ ഫോട്ടോ എടുത്ത് ഇവരെ മെയിൻ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങും നമുക്കൊരു ഡിലേ പോലും വരാതെ എന്താണോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പാക്കേജിൽ അത് അതുപോലെ തന്നെ നടക്കും. ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി ഇവരെ ഈ നെറ്റ്വർക്ക് കണ്ടുകൊണ്ട്. അത്രയും വലിയൊരു നെറ്റ്വർക്കാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും നമ്മൾ ഇന്ന് കാണുന്നവരെല്ലാം നമ്മൾ നാളെ കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാം കണക്റ്റഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇവർ സെൻട്രലായിട്ട് ഒരു ഏജൻസി ഇതെല്ലാം കൺട്രോൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതെനിക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഹാപ്പിയായി. അതിനകത്ത് വളരെ ടൈറ്റ് ഷെഡ്യൂളായിട്ടല്ല അവർ ചെയ്യുന്നത്. കുട്ടികളും നമ്മുടെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ടയേർഡാവും. വലിയ രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ എന്നാൽ അവർ ക്ഷീണിക്കും. അടുത്ത ദിവസം ഇവർ എണ്ണിക്കത്ത് പോലുമില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ളൊരു ടൈം ഷെഡ്യൂളാണ്. അതുകൊണ്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഗാദുവിനെന്തോ ഇഷ്ടപ്പെട്ട ഏറ്റവും പാരാഗ്ലൈഡിംഗ് ഒക്കെ സഫാരി പാർക്കോ? ആണ്ടാ, സഫാരി പാർക്ക്. ഈ ഇരിക്കുന്ന 2 പേരും പാരാഗ്ലൈഡിങ്ങിന് കയറി, അണ്ടർ വാക്കിംഗ് വാട്ടർ, എല്ലാ സാധനങ്ങളും പോയി. ഇടയ്ക്ക് വെച്ച് എനിക്ക് പെട്ടെന്ന് ഷോർട്ടേജ് ഉണ്ടായി പൈസയ്ക്ക്. തായ് ബാത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ അവരെ ഏജൻറ്റ് എവിടെ നിന്നൊക്കെയോ കൺവേർട്ട് ചെയ്ത് സാധനങ്ങളെല്ലാം എത്തിച്ചു വന്നു. അപ്പം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അവർ. നല്ല പാക്കേജാണ്. ഫാമിലിയായിട്ട് പോകുന്നവർ പ്രത്യേകം സെലക്ട് ചെയ്യുക. ഫാമിലി എന്ന് പറയുമ്പം ഗ്രൂപ്പായിട്ടല്ല പോയത്. എൻ്റെ ഫാമിലിയുടെ മാത്രം കാര്യമാണ് ഈ പറയുന്നത്. അവരങ്ങനെ പാക്കേജ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഗ്രൂപ്പായിട്ടും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു നല്ല ഗ്യാരൻറ്റീഡാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇവരെ മുഖത്തെ സന്തോഷം കാര്യങ്ങളും കാണുമ്പോൾ അറിയാം. എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ല പാക്കേജാണ്. നല്ല വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം കൂടിയാണ് എംബ്രേസ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ്. അപ്പം എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഈ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും. അപ്പോൾ അത്രയും നല്ലൊരു അവസരം ഒരുക്കി തന്ന എംബ്രേസ് ഹോളിഡേയ്സിനും ഞാൻ എൻ്റെ ഒരുപാട് താങ്ക്സ് രേഖപ്പെടുത്തുന്നു. ഓക്കെ എന്നാൽ ബൈ.